വിശദമായി നോക്കാം. അരുംകൊലയുടെ ബാക്കി. RSS നേതാവ് ശ്രീനിവാസനെ കൊലപ്പെടുത്തിയ അക്രമി സംഘം കൊലപാതകത്തിന് തൊട്ടുമുൻപ് പാലക്കാട് വലിയങ്ങാടിയിലൂടെ സഞ്ചരിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ ന്യൂസ് 18. 3 ബൈക്കുകളിലായി അക്രമി സംഘം എത്തുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. RSS നേതാവ് ശ്രീനിവാസനെ കൊലപ്പെടുത്തുന്നതിന് തൊട്ടുമുൻപ് 12:46 പ്രതികൾ വലിയങ്ങാടിയിലൂടെ കടന്നുപോകുന്നതിന്റെ ദൃശ്യങ്ങളാണിത്. നിരവധി തവണ കടയ്ക്കു മുന്നിലൂടെ സഞ്ചരിച്ച് സാഹചര്യം നിരീക്ഷിച്ച ശേഷമാണ് കൊല നടത്തിയത്. 3 ബൈക്കുകളിലായാണ് അക്രമി സംഘം സഞ്ചരിച്ചത്. സംഭവ ദിവസം രാവിലെ 10:30 മുതൽ പ്രതികൾ മാർക്കറ്റ് റോഡിലൂടെ സഞ്ചരിക്കുന്ന ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. കൊല്ലപ്പെട്ട പോപ്പുലർ ഫ്രണ്ട് നേതാവ് സുബൈറിന്റെ പോസ്റ്റ്മോർട്ടം നടന്ന ജില്ലാ ആശുപത്രി പരിസരത്ത് നിന്നാണ് പ്രതികൾ പോയതെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ന്യൂസ് 18 പാലക്കാട്. പാലക്കാട് RSS നേതാവ് ശ്രീനിവാസനെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതികളെ കണ്ടെത്താനാവാതെ അന്വേഷണ സംഘം. പ്രതികളെ തിരിച്ചറിഞ്ഞുവെന്ന് ADGP ആവർത്തിക്കുമ്പോഴും ഒരാളെ പോലും പിടികൂടാനാവാത്തത് അന്വേഷണ സംഘത്തെ പ്രതിസന്ധിയിലാക്കി. ശ്രീനിവാസൻ വധക്കേസിൽ പ്രതികളെ തിരിച്ചറിഞ്ഞുവെന്ന് അന്വേഷണ സംഘം വ്യക്തമാക്കിയിട്ട് ദിവസങ്ങൾ കഴിഞ്ഞു. കൊലപാതകം നടന്ന് 6 ദിവസമായിട്ടും ഒരാളെ പോലും പിടികൂടാൻ സാധിക്കാത്തത് അന്വേഷണ സംഘത്തെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. പാലക്കാട് നഗരത്തിലും സമീപ പ്രദേശങ്ങളിലും ഉള്ളവരാണ് പ്രതികളെന്ന സൂചനയാണ് ലഭിക്കുന്നത്. ഇവർ കേരളത്തിൽ തന്നെ ഒളിവിൽ കഴിയുന്നുണ്ടെന്ന് ഇന്നലെ ADGP വ്യക്തമാക്കിയെങ്കിലും പ്രതികൾ കേരളം വിടാനുള്ള സാധ്യതയും അന്വേഷണ സംഘം തള്ളിക്കളയുന്നില്ല. പ്രതികളെ പിടികൂടാൻ വൈകുന്നതിൽ പോലീസിനെതിരെ വിമർശനവുമായി BJP RSS നേതൃത്വവും രംഗത്തുണ്ട്. അന്വേഷണത്തിൽ വീഴ്ചയുണ്ടെന്നും കൊലപാതകം നടന്നയുടൻ പരിശോധന ശക്തമാക്കിയില്ലെന്നുമാണ് ആരോപണം. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് ജില്ലയിൽ നിരോധനാജ്ഞ നീട്ടിയതോടെ വാഹന പരിശോധന തുടരും. അതേസമയം സുബൈർ വധക്കേസിൽ പ്രതികളുടെ കസ്റ്റഡി അപേക്ഷ അടുത്ത ദിവസം സമർപ്പിക്കും. ന്യൂസ് 18 പാലക്കാട്. നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിന്റെ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് പ്രോസിക്യൂഷൻ സമർപ്പിച്ച ഹർജി വിചാരണ കോടതി ഇന്ന് പരിഗണിക്കും. കേസിലെ സാക്ഷികളെ ഭീഷണിപ്പെടുത്തിയും പ്രലോഭിപ്പിച്ചും മൊഴി മാറ്റാൻ പ്രേരിപ്പിച്ചതിലൂടെ ദിലീപ് ജാമ്യ വ്യവസ്ഥകൾ ലംഘിച്ചതായി ഹർജിയിൽ വ്യക്തമാക്കുന്നു. ദിലീപും ബന്ധുക്കളും അഭിഭാഷകരും ചേർന്ന് സാക്ഷികളെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നതിന്റെ ശബ്ദരേഖകളടക്കം കോടതിയിൽ സമർപ്പിച്ചു. കേസിലെ വാർത്ത ചോരുന്നതുമായി ബന്ധപ്പെട്ട് ക്രൈംബ്രാഞ്ച് ADGPയുടെ വിശദീകരണം കഴിഞ്ഞ ദിവസം കോടതി തള്ളിയിരുന്നു. KSRTCയിലെ ശമ്പള പ്രതിസന്ധിയിൽ അംഗീകൃത തൊഴിലാളി യൂണിയനുകളുമായി CMD ബിജു പ്രഭാകർ ഇന്ന് ചർച്ച നടത്തും. ഉച്ചയ്ക്ക് 2 മണിക്കാണ് ചർച്ച. കഴിഞ്ഞ മാസത്തെ ശമ്പളം ലഭിച്ചതിനെ തുടർന്ന് യൂണിയനുകൾ സമരം അവസാനിപ്പിച്ചിരുന്നു. എല്ലാ മാസവും 5-ാം തീയതിക്ക് മുൻപ് ശമ്പളം ലഭിക്കണമെന്ന ആവശ്യവുമായി ഈ മാസം 28-നും അടുത്ത മാസം 6-നും ഭരണ പ്രതിപക്ഷ യൂണിയനുകൾ പണിമുടക്ക് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ ആവശ്യത്തിൽ മാനേജ്മെന്റ് ഉചിതമായ നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യം. വരുമാനം മുഴുവനും വകമാറ്റാതെ ഒരു പങ്ക് ശമ്പളത്തിനായി മാറ്റിവെക്കണമെന്നാണ് യൂണിയനുകൾ പറയുന്നത്. KSRTE, TDF, BMS യൂണിയനുകൾ ചർച്ചയിൽ പങ്കെടുക്കും. നഷ്ടം കുറയ്ക്കാൻ തിരുവനന്തപുരം നഗരത്തിൽ KSRTC ആരംഭിച്ച സിറ്റി സർക്കുലർ റൂട്ടുകൾ പരിഷ്കരിച്ചു. തിരക്കിനനുസരിച്ച് ബസ്സുകളുടെ സർവീസിലും മാറ്റം വരുത്തി. കഴിഞ്ഞ 4 മാസത്തെ സിറ്റി സർക്കുലർ സർവീസിന്റെ നഷ്ടം 7 കോടി രൂപയായിരുന്നു. ന്യൂസ് 18 വാർത്തയ്ക്ക് പിന്നാലെയാണ് റൂട്ടുകൾ പരിഷ്കരിച്ച് ഉത്തരവിറക്കിയത്. യാത്രക്കാരില്ലാതെ കാലിയായി പോകുന്ന സിറ്റി സർക്കുലർ ബസ്സുകൾ KSRTCക്ക് കടുത്ത ബാധ്യതയായി മാറിയിരുന്നു. 4 മാസത്തിൽ 7 കോടി രൂപയിലധികമായിരുന്നു നഷ്ടം. ഇതോടെയാണ് റൂട്ടുകൾ പരിഷ്കരിക്കാൻ KSRTC നിർബന്ധിതരായത്. ബ്ലൂ, മജന്ത, വയലറ്റ്, യെല്ലോ, റെഡ് എന്നീ റൂട്ടുകളാണ് പരിഷ്കരിച്ചത്. പേരൂർക്കടയിൽ നിന്നാരംഭിക്കുന്ന മജന്ത, വയലറ്റ്, യെല്ലോ സർവീസുകൾ തമ്പാനൂർ വരെ നീട്ടി. 10 മിനിറ്റ് ഇടവിട്ട് ബസ് എന്നതിലും മാറ്റമുണ്ട്. തിരക്കുള്ള സമയമായ രാവിലെ 7 മണി മുതൽ 11 വരെയും വൈകിട്ട് 3 മണി മുതൽ 7 മണി വരെയും മാത്രമാകും 10 മിനിറ്റ് ഇടവേളകളിൽ ബസ് സർവീസ്. തിരക്ക് കുറഞ്ഞ മറ്റു സമയങ്ങളിൽ 30 മിനിറ്റ് ഇടവേളകളിലാണ് സിറ്റി സർക്കുലർ. സിറ്റി സർക്കുലറിന്റെ ശരാശരി വരുമാനം പ്രതിദിനം 3000 മുതൽ 4000 രൂപ വരെയാണ്. നഷ്ടം 15000 രൂപ. സ്വകാര്യ ബസ്സുകൾ പോലും വേണ്ടെന്ന് വച്ച റൂട്ടുകളിൽ സർവീസ് നടത്തിയതാണ് നഷ്ടം കൂട്ടിയതെന്ന് ജീവനക്കാർക്കിടയിലും ആക്ഷേപമുയർന്നിരുന്നു. യാത്രാ നിരക്ക് 10 രൂപയെന്നത് ജൂൺ 30 വരെ നീട്ടിയിട്ടുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. ഡൽഹി ജഹാംഗീർപുരിയിൽ കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കുന്നതിനെതിരെ നൽകിയ ഹർജികളിൽ സുപ്രീം കോടതി ഇന്ന് വാദം കേൾക്കും. നോട്ടീസ് നൽകുന്നതുൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ പാലിച്ചില്ലെന്ന് ചൂണ്ടിക്കാട്ടി ജമിയത്തുൽ ഉലമ ഹിന്ദാണ് ഹർജി നൽകിയിട്ടുള്ളത്. അതേസമയം വരാൻ പോകുന്ന മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള നടപടിയാണ് പൊളിക്കലെന്നാണ് വിലയിരുത്തൽ. ജസ്റ്റിസുമാരായ L. നാഗേശ്വർ റാവു, BR ഗവായ് എന്നിവരടങ്ങിയ ബെഞ്ചാണ് ജമിയത്തുൽ ഉലമ ഹിന്ദ് ഉൾപ്പെടെയുള്ളവർ നൽകിയ ഹർജികൾ പരിഗണിക്കുക.
ഹനുമാൻ ജയന്തിയോട് അനുബന്ധിച്ച് നടന്ന ശോഭായാത്രയ്ക്കിടെ ജഹാംഗീർപുരിയിൽ 2 സമുദായങ്ങൾ തമ്മിൽ സംഘർഷം ഉണ്ടായിരുന്നു. ഇതിനു പിന്നാലെയാണ് പ്രദേശത്തെ അനധികൃത കെട്ടിടങ്ങൾ BJP ഭരിക്കുന്ന വടക്കൻ ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷൻ പൊളിക്കാൻ ആരംഭിച്ചത്. നോട്ടീസ് നൽകുന്നതുൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ പാലിച്ചില്ലെന്ന് ചൂണ്ടിക്കാട്ടി ജമീയത്തുൽ ഉലമ ഹിന്ദ് നൽകിയ ഹർജി പരിഗണിച്ച് പൊളിക്കൽ നടപടികൾ സ്റ്റേ ചെയ്യാനും തൽസ്ഥിതി തുടരാനും ചീഫ് ജസ്റ്റിസ് NV രമണ അധ്യക്ഷനായ ബെഞ്ച് ഇന്നലെ ഉത്തരവിട്ടിരുന്നു. അനധികൃത കെട്ടിടങ്ങൾ എന്ന പേരിൽ ന്യൂനപക്ഷ സമുദായ അംഗങ്ങളുടെ വീടുകളും കച്ചവട സ്ഥാപനങ്ങളും ലക്ഷ്യം വെച്ചാണ് ഇടിച്ചു നിരത്തൽ എന്ന ആരോപണവും ശക്തമാണ്. ജഹാംഗീർപുരിയിലുണ്ടായ സംഘർഷത്തിൽ ബംഗ്ലാദേശികൾ അടങ്ങുന്ന അനധികൃത കുടിയേറ്റക്കാർക്ക് പങ്കുണ്ടെന്ന ആരോപണം കൂടി നിലനിൽക്കെയാണ് BJP ഭരിക്കുന്ന കോർപ്പറേഷൻ പൊളിക്കൽ നടപടി തുടങ്ങിയത്. ഈ പ്രദേശങ്ങളിലാണ് കുടിയേറ്റക്കാർ അധികമായി ഉള്ളത്. ഇവരെ ലക്ഷ്യമാക്കിയാണ് NDMC നടപടി എന്നാണ് പ്രതിപക്ഷ ആരോപണം. അനധികൃത കുടിയേറ്റങ്ങൾ ഒഴിപ്പിക്കണമെന്നാണ് ഭൂരിപക്ഷ അഭിപ്രായം എന്നതിനാൽ AAPക്കും കോൺഗ്രസിനും വിഷയത്തിൽ കരുതലോടെ മാത്രമേ ഇടപെടാനാകൂ. ന്യൂസ് 18 ഡൽഹി. ജോർജ് എം തോമസിന് നൽകിയ പരസ്യ ശാസനയിലൂടെ ലവ് ജിഹാദിൽ നിലപാട് വ്യക്തമാക്കി CPM. തുടക്കത്തിൽ നടപടി ഒഴിവാക്കാൻ ശ്രമിച്ച ജില്ലാ നേതൃത്വം സംസ്ഥാന കമ്മിറ്റി നിർദ്ദേശത്തെ തുടർന്നാണ് പരസ്യ ശാസന നൽകാൻ തീരുമാനിച്ചത്. ലവ് ജിഹാദിന്റെ പേരിൽ സമ്മർദ്ദത്തിലാക്കാൻ ശ്രമിക്കുന്ന സഭാ നേതൃത്വത്തിനുള്ള CPMന്റെ മറുപടി കൂടിയായി ജോർജിനെതിരെയുള്ള നടപടി മാറും. കോടഞ്ചേരിയിലെ മിശ്രവിവാഹത്തിൽ ജോർജ് എം തോമസ് എടുത്ത നിലപാട് നാക്കുപിഴയെന്ന് ലഘൂകരിക്കാനാണ് ആദ്യഘട്ടത്തിൽ ജില്ലാ നേതൃത്വം ശ്രമിച്ചതെങ്കിലും സംസ്ഥാന കമ്മിറ്റി ഇടപെട്ടതോടെയാണ് നടപടിയിലേക്ക് നീങ്ങിയത്. വിദ്യാഭ്യാസം നേടിയ യുവതികളെ പ്രേമം നടിച്ച് മതം മാറ്റി വിവാഹം ചെയ്യാൻ നീക്കം നടക്കുന്നതായി പാർട്ടി രേഖകളിലുണ്ടെന്നായിരുന്നു ജോർജ് എം തോമസിന്റെ പരാമർശം. ജോർജിന്റെ പരാമർശവും തുടർ വിവാദങ്ങളും BJP മുതലെടുത്തെന്നും പാർട്ടി അനാവശ്യ വിവാദങ്ങളിലേക്ക് വലിച്ചിഴച്ചെന്നും സംസ്ഥാന നേതൃത്വത്തിന് വിമർശനമുണ്ട്. ലവ് ജിഹാദ് പോലുള്ള വിഷയങ്ങളിൽ CPM നിലപാട് വ്യക്തമാക്കുക കൂടി നടപടിയുടെ ലക്ഷ്യമാണ്. തരം താഴ്ത്തുന്നടക്കമുള്ള ശിക്ഷാ നടപടികൾ വേണമെന്ന് ജില്ലാ കമ്മിറ്റിയിൽ വാദമുയർന്നെങ്കിലും പരസ്യശാസനയിൽ നടപടിയൊതുക്കാൻ ജില്ലാ നേതൃത്വത്തിനായി. വീഴ്ച, പെശക് അത് പാർട്ടി ഗൌരവമായി പരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ടുണ്ട്. സഖാവിനെ കൂടി ബോധ്യപ്പെടുത്തി സഖാവ് കൂടി അംഗീകരിച്ചുകൊണ്ട് സഖാവിനെ പരസ്യമായി ശാസനയ്ക്ക് വിധേയമാക്കുന്നതിനും പാർട്ടി ജില്ലാ കമ്മിറ്റി ഇന്ന് തീരുമാനിക്കുകയുണ്ടായി. ലവ് ജിഹാദ് ഉണ്ടെന്ന് ആവർത്തിച്ചു പറയുന്ന സഭാ നേതൃത്വത്തിന് മുന്നിൽ നിലപാട് വ്യക്തമാക്കുകൂടി നടപടി കൊണ്ട് CPM ഉദ്ദേശിക്കുന്നുണ്ട്. മലയോര മേഖലയിലടക്കം CPMന്റെ കീഴ്ഘടകങ്ങളിൽ അടുത്ത ഘട്ടത്തിൽ നടപടി റിപ്പോർട്ട് ചെയ്യപ്പെടും. ന്യൂസ് 18 കോഴിക്കോട്. മന്ത്രിമാർക്കായി 10 ഇന്നോവ ക്രിസ്റ്റ വാങ്ങാൻ ടൂറിസം വകുപ്പിന്റെ ശുപാർശ. കാലപ്പഴക്കം വന്നതിനാലാണ് ടൂറിസം വകുപ്പ് പുതിയ കാറുകൾ ആവശ്യപ്പെട്ടത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ മാത്രമാണ് നിലവിൽ പുതിയ കാർ ഉപയോഗിക്കുന്നത്. സംസ്ഥാന മന്ത്രിമാരുടെ വാഹനങ്ങൾ 1,00,000 കിലോമീറ്റർ അല്ലെങ്കിൽ 3 വർഷം കഴിയുമ്പോൾ മാറി നൽകണമെന്നാണ് ചട്ടം. എന്നാൽ ഇപ്പോൾ മന്ത്രിമാർ ഉപയോഗിക്കുന്ന കാറുകൾ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് വാങ്ങിയവയാണ്. 2019 ശേഷം വാഹനം വാങ്ങിയിട്ടില്ല. മിക്കവയും 1,50,000 കിലോമീറ്ററിലധികം ഓടുകയും ചെയ്തു. അതായത് അതിവേഗത്തിൽ പായുന്ന മന്ത്രിമാരുടെ വാഹനങ്ങൾ സുരക്ഷിതമല്ലെന്ന് വ്യക്തം. ധനമന്ത്രി KN ബാലഗോപാലിന്റെ കാറിന്റെ ടയർ ഓട്ടത്തിനിടെ ഊരി മാറിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് പുതിയ കാറിനായുള്ള ടൂറിസം വകുപ്പിന്റെ ശുപാർശ. എന്നാൽ ഇക്കാര്യത്തിൽ ധനവകുപ്പ് ഇതുവരെ അനുകൂല നിലപാട് എടുത്തിട്ടില്ല. ഈ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം മുഖ്യമന്ത്രിക്ക് മാത്രമാണ് പുതിയ കാർ ലഭിച്ചത്. സുരക്ഷ മുൻനിർത്തി 62.5 ലക്ഷം രൂപ മുടക്കി 2 ഇന്നോവ ക്രിസ്റ്റ കാറുകളും അകമ്പടിക്കായി ടാറ്റ ഹാരിയർ കാറുമാണ് മുഖ്യമന്ത്രിക്ക് വാങ്ങിയത്. VV അരുൺ, ന്യൂസ് 18 തിരുവനന്തപുരം. കൊച്ചി മെട്രോയുടെ തൃപ്പൂണിത്തുറ SN ജംഗ്ഷനിലേക്കുള്ള സർവീസ് ജൂൺ 17 മുൻപ് ആരംഭിക്കുമെന്ന് MD ലോക്നാഥ് ബെഹ്റ. പേട്ട മുതൽ SN ജംഗ്ഷൻ വരെയുള്ള പാതയുടെയും സ്റ്റേഷന്റെയും നിർമ്മാണം അന്തിമഘട്ടത്തിലാണ്. ട്രയൽ റൺ ഈ മാസം തുടങ്ങും. കൊച്ചി മെട്രോയുടെ തൃപ്പൂണിത്തുറ SN ജംഗ്ഷനിലേക്കുള്ള സർവീസ് 2 മാസത്തിനുള്ളിൽ തുടങ്ങാവുന്ന രീതിയിലാണ് നിർമ്മാണം പുരോഗമിക്കുന്നത്. ഈ മാസം അവസാനം പരീക്ഷണയോട്ടം തുടങ്ങും. റെയിൽവേ സേഫ്റ്റി കമ്മീഷണറുടെ പരിശോധന മെയ് മാസം നടക്കും. വടക്കേക്കോട്ട SN ജംഗ്ഷൻ സ്റ്റേഷനുകളിലെ ഫയർ ഇൻസ്പെക്ഷനും ഈ മാസം അവസാനം നടത്താനാണ് തീരുമാനം. കൊമേഴ്ഷ്യൽ ഓപ്പറേഷൻ ജൂണിൽ തുടങ്ങാനുള്ള അതർ ഇതിന് പണി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് ഇലക്ട്രോണിക് പണി ഇപ്പോൾ ബാക്കിയുണ്ട്. കുറച്ച് ചെറിയായിട്ട് സിവിൽ പണി ബാക്കിയുണ്ട്. പൂർത്തിയാക്കാം. ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ബിഫോർ ജൂൺ 17 നമുക്ക് ഉദ്ഘാടനം ചെയ്യണം. 1.8 കിലോമീറ്റർ ദൈർഘ്യമുള്ളതാണ് പേട്ട മുതൽ SN ജംഗ്ഷൻ വരെയുള്ള പാത. 453 കോടി രൂപയാണ് മൊത്തം നിർമ്മാണ ചെലവ്.
മെട്രോ പാത SN ജംഗ്ഷൻ വരെ എത്തുന്നതോടെ മൊത്തം സ്റ്റേഷനുകളുടെ എണ്ണം 22-ൽ നിന്ന് 24 ആകും. SN ജംഗ്ഷനിൽ നിന്ന് തൃപ്പൂണിത്തുറയിലേക്കുള്ള പാതയുടെയും സ്റ്റേഷന്റെയും നിർമ്മാണം പുരോഗമിക്കുകയാണ്. KMRL നേരിട്ട് നിർമ്മാണം ഏറ്റെടുത്ത് നടത്തുന്ന കൊച്ചി മെട്രോയുടെ ആദ്യ പാതയാണ് ഇത്. പൈലിംഗ് നടത്തി 795 ദിവസങ്ങൾ കൊണ്ടാണ് ഇതിന്റെ നിർമ്മാണം പൂർത്തിയായത്. ക്യാമറാമാൻ നിധിനോടൊപ്പം കൊച്ചിയിൽ നിന്ന് സുവി വിശ്വനാഥൻ, ന്യൂസ് 18. മുൻ മന്ത്രി ആർ ബാലകൃഷ്ണപിള്ളയുടെ സ്വത്തിന്റെ പേരിൽ മക്കൾ തമ്മിലുള്ള തർക്കം തുടരുന്നു. പ്രശ്നം പരിഹരിക്കാൻ കോടതിയുടെ മേൽനോട്ടത്തിൽ നടത്തിയ മധ്യസ്ഥ ചർച്ച പരാജയപ്പെട്ടു. KB ഗണേഷ് കുമാർ MLAയും സഹോദരി ഉഷ മോഹൻദാസും മുൻ നിലപാടിൽ ഉറച്ചു നിന്നതോടെയാണ് ചർച്ച തീരുമാനമാകാതെ രണ്ടാമതും പിരിഞ്ഞത്. മുൻ മന്ത്രി ആർ ബാലകൃഷ്ണപിള്ള 2017-ൽ തന്റെ സ്വത്തുക്കൾ മക്കളായ ഉഷ മോഹൻദാസ്, ബിന്ദു ബാലകൃഷ്ണൻ, KB ഗണേഷ് കുമാർ എന്നിവർക്ക് നൽകാൻ വിൽപത്രം തയ്യാറാക്കിയിരുന്നു. എന്നാൽ ബാലകൃഷ്ണപിള്ള മരിക്കുന്നതിന് കുറച്ചുനാൾ മുൻപ് വിൽപത്രം റദ്ദാക്കി പുതിയത് തയ്യാറാക്കി. ആദ്യ വിൽപത്രം ഗണേഷ് കുമാറും ബിന്ദു ബാലകൃഷ്ണനും ചേർന്ന് ബാലകൃഷ്ണപിള്ളയെ സ്വാധീനിച്ച് റദ്ദാക്കിയെന്നാണ് ഉഷ മോഹൻദാസിന്റെ ആരോപണം. ഇതിനെതിരെ ഉഷ മോഹൻദാസ് കോടതിയെ സമീപിച്ചിരുന്നു. കോടതി നിർദ്ദേശപ്രകാരം അഡ്വക്കേറ്റ് സതീഷ് ചന്ദ്രന്റെ മധ്യസ്ഥതയിൽ കഴിഞ്ഞ ദിവസം ചർച്ച നടന്നെങ്കിലും പ്രശ്നപരിഹാരമായില്ല. വിൽപത്രപ്രകാരമുള്ള സ്വത്തുക്കളല്ലാതെ കൂടുതൽ നൽകാൻ കഴിയില്ലെന്ന് ഗണേഷ് കുമാർ ചർച്ചയിൽ അറിയിച്ചു. വാളകത്തെ സ്കൂളും കൊട്ടാരക്കരയിലെ സ്വത്തുവകകളും വേണമെന്നാണ് ഉഷയുടെ ആവശ്യം. മധ്യസ്ഥ ചർച്ച പരാജയപ്പെട്ടതോടെ കേസ് വീണ്ടും കോടതി പരിഗണിക്കും. വിഷയത്തിൽ പരസ്യപ്രതികരണത്തിന് ആരും തയ്യാറായില്ല. രണ്ടാം പിണറായി സർക്കാരിൽ ഗണേഷ് കുമാറിന് ആദ്യ ടൈം മന്ത്രിസ്ഥാനം നഷ്ടമായതിന് കുടുംബത്തിലെ സ്വത്തുതർക്കവും കാരണമായതായി വിലയിരുത്തപ്പെട്ടിരുന്നു. ന്യൂസ് 18 കൊട്ടാരക്കര. വയനാട് ലക്കിടിയിലെ എന്നൂര് ഗോത്ര പൈതൃക ഗ്രാമം പദ്ധതി നിർമ്മാണത്തിൽ സർക്കാരിനോട് വിശദീകരണം ആരാഞ്ഞ് സുപ്രീംകോടതി. പ്രദേശത്തെ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി പദ്ധതിയുടെ നിർമ്മാണം തടയണമെന്നാവശ്യപ്പെട്ട് വയനാട് പ്രകൃതി സംരക്ഷണ സമിതി സമർപ്പിച്ച ഹർജിയിലാണ് കോടതി ഇടപെടൽ. വയനാട്ടിലെ വൈത്തിരി പഞ്ചായത്തിലെ ലക്കിടിക്ക് സമീപം പട്ടികവർഗ വികസന ടൂറിസം വകുപ്പുകൾ സംയുക്തമായാണ് എന്നൂര് ഗോത്ര പൈതൃക ഗ്രാമം ടൂറിസം പദ്ധതി നടപ്പിലാക്കുന്നത്. മാനന്തവാടി ട്രൈബൽ പ്ലാന്റേഷൻ സഹകരണ സംഘത്തിന്റെ കൈവശമുള്ള 25 ഏക്കറിലാണ് പദ്ധതി. ജില്ലയിലെ ഗോത്ര വിഭാഗങ്ങളുടെ സാംസ്കാരിക പൈതൃകത്തിന്റെയും പാരമ്പര്യ വിജ്ഞാനത്തിന്റെയും സംരക്ഷണം, പരിപോഷണം, പ്രചരണം എന്നിവയാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. വിദേശികളടക്കം സഞ്ചാരികളെ ആകർഷിക്കുകയും അതുവഴി ലഭിക്കുന്ന വരുമാനം പട്ടികവർഗ വിഭാഗങ്ങളുടെ ഉന്നമനത്തിനു വേണ്ടി ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്ന രീതിയിലാണ് പദ്ധതി വിഭാവനം ചെയ്തിട്ടുള്ളത്. 10 കോടി രൂപ ചെലവിൽ 2 ഘട്ടങ്ങളായാണ് പദ്ധതി നിർമ്മാണം പൂർത്തിയാക്കിയത്. പദ്ധതി ഉദ്ഘാടനത്തിന് തയ്യാറായപ്പോഴാണ് കോടതി എതിർകക്ഷികൾക്ക് നോട്ടീസ് അയച്ചിട്ടുള്ളത്. ഡിസർവ് ചെയ്യാത്തതും പാരിസ്ഥിതിക പ്രാധാന്യമുള്ളതുമായ വനഭൂമിയിൽ ആദിവാസികളെ മറയാക്കി നിയമവിരുദ്ധമായ ടൂറിസം പദ്ധതി നടപ്പിലാക്കുന്നതെന്ന് ആരോപിച്ചായിരുന്നു പ്രകൃതി സംരക്ഷണ സമിതിയുടെ ഹർജി. സ്വന്തം ശവശരീരം കുഴിച്ചിടാനുള്ളതായ ഭൂമി പോലും ലഭ്യമല്ലാതെ, വീടില്ലാതെ ആയിരക്കണക്കിന് ആദിവാസികൾ അലയുന്ന വയനാട്ടിൽ അവർക്ക് ഭൂമിയും കിടപ്പാടവും കൃഷിഭൂമിയും നൽകുന്നതിന് ശ്രമിക്കാതെ ഇത്തരം തലതിരിഞ്ഞ പദ്ധതികളിലൂടെ കോടികൾ ദൂർത്തടിക്കാനുള്ളതായ ശ്രമത്തിനെതിരെയാണ് വയനാട് പ്രകൃതി സംരക്ഷണ സമിതി സുപ്രീം കോടതിയിൽ കേസുമായി ചെന്നിട്ടുള്ളത്. ഭൂരഹിത ആദിവാസി കുടുംബങ്ങളുടെ പുനരധിവാസത്തിനുള്ള ഡയറി പ്രൊജക്ടിനായി കുന്നത്തിടവക വില്ലേജിൽ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം 1978-ൽ കേരള സർക്കാരിനു കൈമാറിയ വനഭൂമിയിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ഡിസർവ് ചെയ്യാത്ത വനഭൂമിയിൽ പദ്ധതികൾ നടപ്പിലാക്കുന്നതിന് മുമ്പ് കേന്ദ്ര സർക്കാരിന്റെ മുൻകൂർ അനുമതി വേണം. 1980-ലെ വനസംരക്ഷണ നിയമത്തിലെ സെക്ഷൻ 2 പ്രകാരമുള്ള കേന്ദ്ര സർക്കാരിന്റെ അനുമതി നേടാതെയാണ് പദ്ധതിക്കായി നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയതെന്നും വയനാട് പ്രകൃതി സംരക്ഷണ സമിതി ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. രതീഷ് വാസുദേവൻ, ന്യൂസ് 18 വയനാട്. മലപ്പുറം എടവണ്ണയിൽ കാണാതായ 11 വയസ്സുകാരനെ കണ്ടെത്തി. പടിഞ്ഞാറെ ചാത്തല്ലൂർ സ്വദേശി പാറക്കൽ അഭിലാഷിന്റെ മകൻ ആദർശിനെ 3.5 മണിക്കൂർ നീണ്ട തെരച്ചിലിനൊടുവിലാണ് കണ്ടെത്തിയത്. നാട്ടുകാരും പോലീസും എമർജൻസി റെസ്ക്യൂ സേനയും ഫയർഫോഴ്സും ചേർന്ന് നടത്തിയ തെരച്ചിലിൽ വീടിനടുത്തുള്ള വനപ്രദേശത്ത് നിന്നാണ് കുട്ടിയെ കണ്ടെത്തിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ചെങ്കോട്ടയിൽ പ്രസംഗിക്കും. 9ാം സിഖ് ഗുരു തേജ് ബഹദൂറിന്റെ 400ാം ജന്മവാർഷികത്തിൽ രാത്രി 9:30ക്കാണ് പ്രധാനമന്ത്രിയുടെ പ്രസംഗം. ചെങ്കോട്ടയിലെ പുൽത്തകിടിയിൽ നിന്നാകും പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്യുക. സ്വാതന്ത്ര്യദിനത്തിൽ ചെങ്കോട്ടയുടെ കവാടത്തിൽ നിന്നാണ് പ്രധാനമന്ത്രിമാർ പ്രസംഗിക്കാറുള്ളത്. സ്വാതന്ത്ര്യദിനത്തിലല്ലാതെ ചെങ്കോട്ടയിൽ നിന്ന് പ്രധാനമന്ത്രി പ്രസംഗിക്കുന്നത് ഇത് 2ാം തവണയാണ്. നേരത്തെ നേതാജി സുഭാഷ് ചന്ദ്രബോസ് ആസാദ് ഹിന്ദ് സർക്കാർ രൂപീകരിച്ചതിന്റെ 75ാം വാർഷികത്തിൽ പ്രധാനമന്ത്രി ചെങ്കോട്ടയിൽ നിന്ന് പ്രസംഗിച്ചിരുന്നു. ലോക ശരീര സൗന്ദര്യ മത്സരത്തിൽ അഭിമാന നേട്ടവുമായി മലയാളി താരങ്ങൾ. പൂനെയിൽ നടന്ന മത്സരത്തിൽ കൊച്ചി സ്വദേശികളായ വിമൽ ലാലു, കൃഷ്ണേന്ദു,
ഫരീദ് ഹംസ എന്നിവർ വിവിധ വിഭാഗങ്ങളിൽ രാജ്യത്തിനായി മെഡൽ നേടി. $80 കിലോഗ്രാം ജൂനിയർ വിഭാഗത്തിൽ വിമൽ ലാലു സ്വർണ്ണ മെഡലോടെ മിസ്റ്റർ യൂണിവേഴ്സായി. 75 കിലോ വിഭാഗത്തിൽ മിസ്റ്റർ ഇന്ത്യ പട്ടവും ലാലുവിന് തന്നെയാണ്. ഇതാദ്യമായാണ് 21 മുതൽ 23 വയസ്സുവരെ പ്രായമുള്ളവർ ഉൾപ്പെടുന്ന ജൂനിയർ വിഭാഗത്തിൽ കേരളത്തിൽ നിന്നൊരാൾ മിസ്റ്റർ യൂണിവേഴ്സ് ആകുന്നത്. വലിയ പരിശ്രമത്തിന്റെ വിജയ നിമിഷമാണ് ലാലുവിനിത്. എല്ലാം ദൈവത്തിന്റെ ഒരു അനുഗ്രഹം പോലെ ഞങ്ങൾക്ക് ചെയ്യാനുള്ളതെല്ലാം ഞങ്ങൾ ചെയ്തു. നന്നായിട്ട് വർക്കൗട്ട് ചെയ്തു. ഡയറ്റ് നന്നായിട്ട് കൺട്രോൾ ചെയ്തു. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് മിസ്റ്റർ യൂണിവേഴ്സ് നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ടായിരുന്നു. പിന്നെ പാർട്ടിസിപ്പേഷൻ ചെയ്യാൻ പറ്റി. 2 മെഡൽ നമുക്ക് ഇന്ത്യക്ക് വേണ്ടി കൊണ്ടുവരാൻ പറ്റി യൂണിവേഴ്സിൽ. അതിൽ ഞാൻ അഭിമാനിക്കുന്നു. മിസ് യൂണിവേഴ്സ് മത്സരത്തിൽ ജൂനിയർ വിഭാഗത്തിലെ 2ാം സ്ഥാനമാണ് കൃഷ്ണേന്ദു കരസ്ഥമാക്കിയത്. മിസ് ഇന്ത്യ മത്സരത്തിൽ ടൈറ്റിൽ വിന്നറും ബോഡി ഫിറ്റ്നസ് കാറ്റഗറിയിൽ വെങ്കല മെഡൽ ജേതാവുമാണ് കൃഷ്ണേന്ദു. പ്രതിസന്ധികളെ അതിജീവിച്ചാണ് ശരീര സൗന്ദര്യ മത്സരത്തിൽ കൃഷ്ണേന്ദു കഴിവ് തെളിയിച്ചത്. സ്റ്റേജിൽ നിൽക്കുമ്പോഴാണെങ്കിൽ പോലും മറ്റുള്ളവർ പറയണത് ഭയങ്കരമായിട്ട് മനസ്സിൽ തറച്ചു കയറും. കേരളം നിന്നപ്പോഴാണെങ്കിലും ഡിസ്ട്രിക്റ്റ് നിന്നപ്പോഴാണെങ്കിലും. ഇപ്പോൾ എനിക്ക് അവരോട് പറയാനുള്ളത് താങ്ക്സ്. കാരണം അതൊക്കെ കേട്ട് ഇവിടം വരെ എത്തിയല്ലോ എന്നുള്ളൊരിത്. സാമ്പത്തിക പ്രതിസന്ധിയാണ് വലിയ മത്സരങ്ങളിൽ പങ്കെടുക്കാൻ താരങ്ങൾക്ക് കടമ്പയാകുന്നത്. സ്പോൺസർമാരെ കണ്ടെത്തുകയാണ് പ്രയാസകരമെന്ന് മുഖ്യ പരിശീലകനായ ജയറാം സജീവ് പറയുന്നു. ഒരു സമയത്ത് നമ്മൾ ഇതിൽ പങ്കെടുക്കാൻ പോലും പറ്റും എന്ന് ഉറപ്പില്ലായിരുന്നു. ആ സമയത്താണ് മാധ്യമങ്ങൾ ഇടപെട്ടതും അതിലൂടെ നമുക്ക് സ്പോൺസർഷിപ്പുകൾ ലഭിക്കുകയും പുറമെ ഈ മത്സരത്തിൽ പങ്കെടുക്കാൻ സാധിച്ചതും. ലോക ശരീര സൗന്ദര്യ മത്സരത്തിന് ഇന്ത്യ ഇതാദ്യമായാണ് വേദിയാകുന്നത്. ന്യൂസ് 18 കൊച്ചി. ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചതിന് പിന്നാലെ അഭിനയത്തിനൊപ്പം പിന്നണി ഗാനരംഗത്തും ഒരു കൈ നോക്കി എസ് ശ്രീശാന്ത്. ബോളിവുഡ് ചിത്രത്തിലെ പാട്ടിന്റെ റെക്കോർഡിംഗ് കൊച്ചിയിൽ നടന്നു. പാട്ടിന്റെ ചരണത്തോട് ചേർന്ന റാപ്പ് ഭാഗമാണ് റെക്കോർഡിംഗ് ആരംഭിച്ചത്. ക്രിക്കറ്റ് പോലെ തന്നെ ആവേശകരമാണ് പാട്ടുപാടലെന്ന് ശ്രീശാന്ത്. ക്രിക്കറ്റ് സൈഡ് വേറെ, അതൊരു ക്രിക്കറ്റ് ആ ഒരു കരിയർ റിട്ടയർമെന്റ് ആയി. ഇനി ഈ ഫീൽഡിൽ ഇപ്പോൾ ചെറിയ റോളാണെങ്കിലും വലിയ റോളാണെങ്കിലും ഒക്കെ അതിന്റെ മാക്സിമം ഇപ്പോൾ ക്രിക്കറ്റ് ഫീൽഡിൽ എന്തോ ഒരു എഫേർട്ട് കൊടുത്തു അത്രയും തന്നെ അതിലും കൂടുതൽ എഫേർട്ട് ചിലപ്പോൾ ഇത് കൊടുക്കേണ്ടി വരും. അപ്പം അത് വിശ്വസിക്കുന്നു. നല്ലോണം അഭിനയിക്കാൻ പറ്റും, നല്ലോണം ആ ക്യാരക്ടറിനെ എനിക്ക് ചെയ്യാൻ പറ്റുന്ന വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമാണ് ആ ക്യാരക്ടറിനെ സെലക്ട് ചെയ്യാറുള്ളൂ. അഭിനയ രംഗത്ത് സജീവമാകാൻ ആഗ്രഹിക്കുന്ന ശ്രീശാന്ത് ഇതിനകം 4 ചിത്രങ്ങളിൽ അഭിനയിച്ചു. അഭിനയത്തിന് കുടുംബത്തിന്റെയും പിന്തുണയുണ്ട്. വളരെയധികം സന്തോഷമുണ്ട്. ഫുള്ള് അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും പറഞ്ഞില്ലേ, ഫുള്ള് വീട്ടിൽ ആർട്ടിസ്റ്റിക് ഫാമിലിയാണ്. അപ്പം ഞാൻ മാത്രമായിരുന്നു ക്രിക്കറ്റ് അല്ലെങ്കിൽ സ്പോർട്സിലേക്ക് ഉള്ളത്. അപ്പം ഞാനിങ്ങനെ വന്നപ്പോൾ എന്തായാലും അച്ഛൻ എല്ലാവർക്കും സന്തോഷമേ ഉള്ളൂ. തമിഴ്നടൻ വിജയ് സേതുപതിക്കൊപ്പം അഭിനയിച്ച തമിഴ് ചിത്രം 26-ന് റിലീസ് ചെയ്യും. ഇതോടെ തെന്നിന്ത്യൻ ഭാഷകളിൽ കൂടുതൽ അവസരങ്ങൾ കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് ശ്രീശാന്ത്. ന്യൂസ് 18 കൊച്ചി. കരൾ പകുത്തു നൽകാൻ അച്ഛനുണ്ട്. എന്നാൽ 6 മാസം പ്രായമുള്ള ദേവയുടെ ശസ്ത്രക്രിയയ്ക്കുള്ള തുക കണ്ടെത്താനാകാതെ വിഷമിക്കുകയാണ് മാതാപിതാക്കൾ. നാടൊന്നാകെ പരിശ്രമിക്കുന്നുവെങ്കിലും ശസ്ത്രക്രിയക്കാവശ്യമായ 26 ലക്ഷം രൂപയിൽ പകുതി മാത്രമേ കണ്ടെത്താൻ സാധിച്ചിട്ടുള്ളൂ. തിരുവനന്തപുരം വെഞ്ഞാറമൂട്ടിലാണ് കുടുംബം കഴിയുന്നത്. നോവിന്റെ കാഴ്ചയാണ് 6 മാസം പ്രായമുള്ള ദേവ. വെഞ്ഞാറമൂട് കീഴായിക്കോണം പുത്തൻവീട്ടിൽ വിനിതയുടെയും വിഷ്ണുവിന്റെയും മകൻ ദേവയാണ് ജനനം മുതൽ കരൾ രോഗം ബാധിച്ച് ചികിത്സയിലുള്ളത്. കുഞ്ഞിന് കരൾ നൽകാൻ അച്ഛൻ തയ്യാറായി നിൽക്കുമ്പോഴും കുടുംബത്തെ തളർത്തുകയാണ് സാമ്പത്തിക പ്രതിസന്ധി. ഡോക്ടറെ സംസാരിച്ചപ്പോഴാണ് മനസ്സിലായത് ഇത്രയും വലിയ മേജർ ഓപ്പറേഷൻ ആവുന്നു. ഏതാണ്ട് 25 ലക്ഷം രൂപ ചെലവ് വരുമോ. എന്തായാലും വളരെ വൈകിയാണ് ഞാൻ ഇതെല്ലാം കടം മറിച്ച് വേണം ഇത്രയും നാൾ ചികിത്സിച്ചത്. ഇതുവരും ദൂരമായിട്ടില്ല. ഈ വീഡിയോ കണ്ടിട്ട് ഇനി സഹായിക്കാൻ കഴിയുന്ന മാക്സിമം ഞങ്ങളെ സഹായിക്കണം. എത്രയും വേഗം കരൾ മാറ്റിവെക്കണമെന്നാണ് ഡോക്ടർമാരുടെ നിർദ്ദേശം. സർക്കാർ ആശുപത്രിയിൽ സാധ്യമല്ലാത്തതിനാൽ കൊച്ചിയിൽ സ്വകാര്യ ആശുപത്രിയിലാണ് ശസ്ത്രക്രിയ നടത്തേണ്ടത്. ചികിത്സയ്ക്ക് ആവശ്യമായ 26 ലക്ഷം രൂപയിൽ 13 ലക്ഷം രൂപയാണ് ഇതുവരെ കണ്ടെത്താനായത്. നെലനാട് ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ പ്രവർത്തകർ സ്വരൂപിച്ച 2 ലക്ഷം രൂപ അടൂർ പ്രകാശ് MP കുടുംബത്തിന് കൈമാറി. കുഞ്ഞിന്റെ അമ്മയുടെ പേരിൽ പിരപ്പൻകോട് യൂണിയൻ ബാങ്കിൽ ചികിത്സാനിധി രൂപീകരിച്ചിട്ടുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം.